ഹലോ ഡിയർ സ്റ്റുഡൻസ്. അപ്പോൾ ജെയ്മെയിൻ 2025 ജാനുവരി സെഷനിലേക്ക് ഇനി വെറും 2 മാസത്തോളം മാത്രമേ ബാക്കിയുള്ളൂ. ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ November 22 ആണ്. ജസ്റ്റ് 1 വീക്ക് ഇൻ ഹാൻഡ്. ഓക്കെ, ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് NTA പറഞ്ഞിട്ടുള്ള NTA പ്രിസ്ക്രൈബ് ചെയ്ത ഫിസിക്സിൻ്റെ സിലബസിലൂടെ നമ്മളൊന്ന് പോവാണ്. അപ്പോൾ സിലബസിൽ നമ്മൾ എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ടതുണ്ടോ, പ്രത്യേകിച്ച് എന്തെങ്കിലും ഫോക്കസ് ചെയ്യാനുണ്ടോ, ആ കാര്യങ്ങൾ ജസ്റ്റ് സിലബസ് മാത്രം നമ്മൾ കവർ ചെയ്യാൻ. പക്ഷെ അതിൻ്റെ തൊട്ട് മുമ്പ് ആ ഡേറ്റുകളൊക്കെ ഒന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അതറിയാം എന്ന് എനിക്കും അറിയാം. പക്ഷെ ഒന്ന് ആരെങ്കിലും ശ്രദ്ധിക്കപ്പെടാത്തതുണ്ടെങ്കിൽ അവർക്കറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ്. നോക്കൂ, നമ്മുടെ സെഷൻ 1 ജാനുവരി സെഷന് എന്നാണ് ആരംഭിക്കുന്നത്? ജാനുവരി സെഷൻ 22 ജാനുവരി മുതൽ 31 ജാനുവരി വരെയാണ്. അപ്പോൾ ജാനുവരിയിലെ നമ്മുടെ ഫസ്റ്റ് സെഷൻ എന്ന് പറഞ്ഞാൽ 22 ജാനുവരിക്ക് ആരംഭിക്കും. അപ്പോൾ നിങ്ങളുടെ ഡേറ്റ് ഏതാണെന്നുള്ളതൊക്കെ നിങ്ങൾക്കറിയാം. അപ്പോൾ ഹോൾ ടിക്കറ്റ് ഒക്കെ വരുന്ന സമയത്ത് ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞോളും കേട്ടോ. ഓക്കെ, നൗ അതിൻ്റെ ഡിക്ലറേഷൻ ഓഫ് റിസൾട്ട് നോക്കൂ. 12th വെറും 12 ദിവസത്തിന് ശേഷം അതിൻ്റെ റിസൾട്ടും പബ്ലിഷ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ആ ഗൗരവം നിങ്ങൾക്ക് വേണം. അപ്പോൾ വെറും 2 മാസം മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ എന്നുള്ള കാര്യം എല്ലാവരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിൽ പാനിക്കാകല്ല വേണ്ടത്. കൂടുതൽ സിസ്റ്റമാറ്റിക് ആയിട്ട് കാര്യങ്ങൾ പഠിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. ഓക്കെ, നെക്സ്റ്റ് നോക്കൂ, നമ്മുടെ എക്സാമിനേഷൻ ടൈം നിങ്ങൾക്കറിയാം. നമുക്ക് ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ 3 hour എക്സാമിനേഷനാണ്. 180 minutes ആണ് നമ്മുടെ എക്സാമിനേഷൻ ഉള്ളത്. അത് 2 ഷിഫ്റ്റുകളിലാണ്. നിങ്ങളുടെ ഷിഫ്റ്റ് ഏതാ നോക്കണം. മോർണിംഗ് ഷിഫ്റ്റ് ആണെങ്കിൽ അത് 9 AM to 12 PM. അതുപോലെ തന്നെ സെക്കൻഡ് ഷിഫ്റ്റ് ഈവനിങ് ഷിഫ്റ്റ് ആണെങ്കിൽ 3 PM to 6 PM ആണ് നമുക്ക് എക്സാം ഉണ്ട്. അപ്പോൾ ഈ ഒരു ഏതെങ്കിലും ഒരു സമയത്തായിരിക്കും നമ്മുടെ എക്സാമിനേഷൻ ഉണ്ടാവുക. അപ്പോൾ ആ ഒരു സമയം നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു സമയം, ഈ 2 സമയം, ഇനിയുള്ള ദിവസങ്ങളിൽ ഈ 2 സമയത്തും നിങ്ങൾ വളരെ ആക്റ്റീവായിട്ടിരിക്കേണ്ട സമയമാണ്. ഒരിക്കലും ഈ സമയത്തൊന്നും നമ്മൾ ക്ഷീണം മാറ്റാൻ കിടക്കുകയോ ഒന്ന് ചെയ്യരുത് എന്നുള്ള കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, അതുപോലെ ഈ വർഷത്തെ പാറ്റേണിൽ വന്ന മാറ്റത്തിനെ കുറിച്ചിട്ട് നമ്മൾ ഒരുപാട് സംസാരിച്ചതാണ്. ഞാൻ ഒന്നുകൂടെ അത് അടിവരയിട്ട് പറയാണ്. കാരണം നമുക്കറിയാം, കഴിഞ്ഞ വർഷം വരെ ഒരു സബ്ജക്റ്റിൽ 30 ക്വസ്റ്റ്യൻസ് നമുക്കുണ്ടായിരുന്നു. പക്ഷേ ഈ വർഷം മുതൽ കഴിഞ്ഞ വർഷം വരെ എന്ന് പറയുന്നതിൽ ചില അസ്വസ്ഥതകളുണ്ട്. കാരണം കൊറോണയ്ക്ക് മുമ്പുണ്ടായിരുന്നത് അതേ പാറ്റേണിലേക്കാണ് ഇപ്പോൾ നമ്മൾ തിരിച്ചു പോയിട്ടുള്ളത്. അവിടെയും ചെറിയൊരു വ്യത്യാസമുണ്ട്. നമുക്ക് അതിലേക്ക് വരാം. അപ്പോൾ നോക്കൂ, കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നത് 30 ക്വസ്റ്റ്യൻസ് ആണ്. ഒരു സബ്ജക്റ്റിന് 30 ക്വസ്റ്റ്യൻ, അതിൽ 20 MCQ, അതുപോലെ ന്യൂമറിക്കൽ വാല്യൂ ടൈപ്പ് ക്വസ്റ്റ്യൻസ് അതുണ്ടായിരുന്നത് 10 ക്വസ്റ്റ്യൻസ് ആണ്. ഔട്ട് ഓഫ് 10 ക്വസ്റ്റ്യൻസ് 5 ക്വസ്റ്റ്യൻസേ നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടതുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഈ വർഷം നമുക്ക് ചോയ്സ് ഇല്ല. നമുക്കൊരു സബ്ജക്റ്റിൽ 25 ക്വസ്റ്റ്യൻസേ ഉള്ളൂ. അതിൽ 20 ക്വസ്റ്റ്യൻ MCQ, then 5 ക്വസ്റ്റ്യൻ ന്യൂമറിക്കൽ വാല്യൂ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. എന്ന് വെച്ചാൽ ആൻസർ ഇൻറ്റിജർ ആയിരിക്കും എന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ അതിൽ ആ 5 5 നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടതുണ്ട്. നമുക്കവിടെ ചോയ്സ് ഇല്ല. മാത്രമല്ല നമുക്ക് നെഗറ്റീവ് മാർക്ക് ഉണ്ട് താനും. യെസ്, അപ്പോൾ നോക്കൂ, സെക്ഷൻ എയിൽ 20 ക്വസ്റ്റ്യൻസ്, സെക്ഷൻ ബിയിൽ 5 ക്വസ്റ്റ്യൻസ്. അങ്ങനെ ഒരു സബ്ജക്റ്റിൽ 100 മാർക്ക് ഉണ്ടാവുക. 3 സബ്ജക്റ്റിലും കൂടെ ആയിട്ട് നമുക്ക് 300 മാർക്കിൻ്റെ എക്സാമിനേഷൻ ആയിരിക്കും JEE മെയിനിൽ നമ്മൾ BE BTech എക്സാമിനേഷനിൽ നമുക്കുണ്ടാവുക. ഇനി അതിൽ നോക്കൂ, ദർ വിൽ ബി നെഗറ്റീവ് മാർക്കിംഗ് ഫോർ ഇൻകറക്റ്റ് ആൻസർ ഇൻ സെക്ഷൻ എ ആൻഡ് സെക്ഷൻ ബി. രണ്ടിലും നമുക്ക് നെഗറ്റീവ് മാർക്കുണ്ട് എന്ന കാര്യം ശ്രദ്ധിക്കുക. മാത്രമല്ല, ഫോർ സെക്ഷൻ ബി ആൻസർ ഷുഡ് ബി റൗണ്ടഡ് ഓഫ് ടു ദ നിയറസ്റ്റ് ഇൻറ്റിജർ. അപ്പോൾ ഇൻറ്റിജർ തന്നെ നമുക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഇൻറ്റിജർ അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നിയറസ്റ്റ് ഇൻറ്റിജറിലേക്ക് നമ്മളതിനെ റൗണ്ട് ചെയ്യേണ്ടതുണ്ട് എന്ന കാര്യവും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഓക്കെ, ഇനി നമുക്ക് സിലബസിലേക്ക് വരാം. സിലബസിലേക്ക് വരുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ കൺഫ്യൂസ്ഡ് ആവുന്ന ഒരു കാര്യം, NCERT തന്നെയല്ലേ സിലബസ്, പിന്നെ ഒരു സിലബസ് വേറെ പറയേണ്ടതുണ്ടോ, അതല്ല NCERTയിൽ നിന്നും വ്യത്യസ്തത വല്ലതുണ്ടോ, NCERTയിൽ അധികമുണ്ടോ, NCERTയിൽ കുറവാണോ എന്ന കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ NCERT നമ്മുടെ സിലബസ് അത് JEE മെയിൻ സിലബസ് NTA പബ്ലിഷ് ചെയ്യുന്നതാണ് സിലബസ് എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. പക്ഷേ ആ ഭാഗത്ത് NCERTയിലുള്ള ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരുപക്ഷെ സിലബസിൽ കാണാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. അതോടൊപ്പം തന്നെ സിലബസിലുള്ള ചില കാര്യങ്ങൾ NCERT ടെക്സ്റ്റ് ബുക്കിലും ഇല്ലാത്തതുണ്ട്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ആ കാര്യങ്ങൾ നോക്കാം. പക്ഷെ ആമുഖമായിട്ട് ഞാൻ പറയട്ടെ, എന്താണോ NCERT ടെക്സ്റ്റ് ബുക്കിലുള്ളത്, പുതിയ NCERT ടെക്സ്റ്റ് ബുക്കിലുള്ളത്, അത് സിലബസിൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് മുഴുവൻ നിങ്ങൾ കവർ ചെയ്യൽ എന്തായാലും നിർബന്ധമാണ്.
ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ. പുതിയ NCERT ടെക്സ്റ്റ് ബുക്കിൽ എന്തൊക്കെയുണ്ടോ അത് കംപ്ലീറ്റ് നമ്മൾ നിർബന്ധപൂർവ്വം നമ്മൾ കവർ ചെയ്യേണ്ടതുണ്ട്. അത് സിലബസിൽ ഇല്ലല്ലോ, ആ ഒരു പ്രത്യേക വേർഡ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ടൈറ്റിൽ അവിടെ ഇല്ലല്ലോ എന്ന് കരുതി നിങ്ങൾ അതിനെ മാറ്റി വെക്കരുത്. അപ്പോൾ NCERT നിർബന്ധമായിട്ടും കവർ ചെയ്യണം. അതിന് പുറമെ NCERTയിൽ ഇല്ലാത്ത ചില കാര്യങ്ങളും നമ്മുടെ സിലബസിലുണ്ട്. അപ്പോൾ അത് ഏതാണ്, എങ്ങനെയാണ് അതൊക്കെ കവർ ചെയ്യേണ്ടത് എന്ന് നമുക്കൊന്ന് ഓടിച്ച് നോക്കാം കേട്ടോ. വളരെ പെട്ടെന്ന് നോക്കൂ, ഞാനിവിടെ ഓരോ സബ്ജക്റ്റിൻ്റെയും 2025 സിലബസും 2024 സിലബസും ഞാൻ ഇവിടെ പ്രത്യേകം മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ്, കാരണം നമുക്ക് 28 +1 14 ചാപ്റ്റേഴ്സും +2 14 ചാപ്റ്റേഴ്സുമായിട്ട് ആകെ നമുക്ക് 28 ചാപ്റ്റേഴ്സാണ് നമുക്കുള്ളത്. പക്ഷേ നമ്മുടെ എക്സാമിന് നോക്കൂ, ആകെ ഉള്ളത് 25 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, ചില ചാപ്റ്ററുകളിൽ നിന്ന് ഒരു ക്വസ്റ്റ്യനും എക്സാമിൽ ഉണ്ടാവാൻ പോകുന്നില്ല എന്ന് കരുതി നിങ്ങൾ ഏതെങ്കിലും ഒരു ചാപ്റ്റർ സ്കിപ്പ് ചെയ്യാന്ന് പറഞ്ഞത് ഭയങ്കര അബദ്ധമാണ്. ഒരിക്കലും അത് ചെയ്യരുത്. കാരണം പല ഷിഫ്റ്റുകളിലാണ് എക്സാം നടക്കുന്നത്. ഒന്നാമത്തെ ദിവസത്തെ ഫസ്റ്റ് ഷിഫ്റ്റിൽ ഏത് ചാപ്റ്ററിൽ നിന്നാണോ ക്വസ്റ്റ്യൻ ഇല്ലാത്തത് ആ ക്വസ്റ്റ്യൻ ഇല്ലാത്ത ചാപ്റ്റർ ആവണമെന്നില്ല സെക്കൻഡ് ഷിഫ്റ്റിലുള്ളത്. അപ്പോൾ ഓൾ ടുഗദർ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ചാപ്റ്ററുകൾക്കും പ്രാതിനിധ്യം ഉണ്ടാകും. പക്ഷേ ഒരു എക്സാം ഒരു പർട്ടിക്കുലർ ഷിഫ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൽ എല്ലാ ചാപ്റ്ററിൽ നിന്നും ഈക്വലായിട്ടോ അല്ലെങ്കിൽ വേരിയേഷനോട് കൂടിയോ പ്രാതിനിധ്യം ഉണ്ടാകുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടതില്ല. ഇനി 25 ക്വസ്റ്റ്യൻസിൽ തന്നെ വരുന്ന അല്ലെങ്കിൽ ഒരു ചാപ്റ്ററിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ, ഇതാണല്ലോ നമ്മൾ ഓൺ ആവറേജ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുക. പക്ഷെ അങ്ങനെയുമല്ല സംഭവിക്കുക. ചില ചാപ്റ്ററിൽ നിന്ന് ഒന്നിലധികം ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം. ചില ചാപ്റ്ററുകളിൽ നിന്ന് ഒരു ക്വസ്റ്റ്യനും ഇല്ലാത്ത സാഹചര്യവും ഉണ്ടാവാം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എല്ലാ ചാപ്റ്ററും നമ്മൾ പഠിക്കൽ നിർബന്ധമാണ്. എങ്കിൽ കൂടെ നമ്മൾ ചിലത് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് തന്നെ നമ്മൾ മനസ്സിലാക്കണം. ചില ചാപ്റ്റേഴ്സിന് അതൊന്ന് റീഇൻഫോഴ്സ് ചെയ്യേണ്ടതുണ്ട്. അത് നമ്മൾ ഓൺ ദ ഗോ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് ഈ ഒരു ചാപ്റ്റർ എടുത്ത് നോക്കുമ്പോൾ ഇതിൽ പ്രത്യേകിച്ച് എടുത്തു പറയാൻ സിലബസിൽ 25ലും 24ലും കാര്യമായ മാറ്റമൊന്നുമില്ല. പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നോക്കൂ, എറേഴ്സ് ഇൻ മെഷർമെൻറ്റ്സ് ഈ പാർട്ട് പുതിയ NCERT ടെക്സ്റ്റ് ബുക്കിലില്ല, പക്ഷേ സിലബസിലുണ്ട്. മനസ്സിലായോ? അപ്പോൾ എറേഴ്സ് ഇൻ മെഷർമെൻറ്റ്സ് എന്നുള്ളത് പുതിയ NCERT ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്ത ഭാഗമാണ്, പക്ഷെ നമ്മുടെ സിലബസിലുണ്ട്. അപ്പോൾ നമ്മളത് പഠിക്കൽ നിങ്ങൾക്ക് എല്ലാവർക്കും അതറിയാം, നമ്മൾ നന്നായിട്ട് പഠിച്ച കാര്യമാണ്. എങ്കിൽ കൂടെ ഞാനൊന്ന് പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, ദെൻ കൈനമാറ്റിക്സിലേക്ക് വരികയാണെങ്കിൽ കൈനമാറ്റിക്സിൽ നോക്കൂ, 25ലും 24ലും കാര്യമായ ഡിഫറൻസ് ഇല്ല. പക്ഷേ 24ലുള്ള ഈ വേർഡിങ്സ് ഒക്കെ ഇവിടെ ഒഴിവാക്കിയിട്ടുണ്ട്. പക്ഷെ ഒഴിവാക്കി എന്നതിൻ്റെ അർത്ഥം അത് സിലബസിൽ നിന്ന് ഒഴിവാക്കിയെന്നല്ല. കാരണം വെക്ടേഴ്സ് ആൻഡ് സ്കേലേഴ്സ്, വെക്ടർ അഡീഷനും സബ്ട്രാക്ഷനും ഇതൊന്നും അറിയാതെ, റെസൊല്യൂഷൻ ഓഫ് എ വെക്ടർ ഇതൊന്നും അറിയാതെ ഒരിക്കലും നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് നമുക്കറിയാം. പക്ഷെ ആ വേർഡിങ്സ് ഒക്കെ ഇവിടെ ഇല്ല, 25ൽ ഇല്ല എന്ന് കരുതി ആ ഭാഗങ്ങളൊന്നും ആവശ്യമില്ല എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അപ്പോൾ അവിടെ ഒന്നും പ്രത്യേകിച്ച് ഒരു ചേഞ്ചും ഇല്ല. നിങ്ങൾ പഠിച്ച അതുപോലെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കുക. ദെൻ കംസ് ലോസ് ഓഫ് മോഷൻ. ലോസ് ഓഫ് മോഷനിൽ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല. സിലബസ് ഇതാണ് നമ്മുടെ സിലബസ്. അതിൽ കാര്യമായ വ്യത്യാസങ്ങളൊന്നും 24ൽ നിന്ന് 25ലേക്ക് വന്നപ്പോൾ കാര്യമായ മാറ്റങ്ങളൊന്നും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. ദെൻ വർക്ക്, എനർജി ആൻഡ് പവർ, യെസ്, അതുപോലെ തന്നെ 24ലെ സെയിം സിലബസ് തന്നെയാണ്. പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടതൊന്നുമില്ല. നമുക്ക് ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അതിൽ ആഡ് ഓൺസ് ആയിട്ട് കാര്യങ്ങളൊന്നുമില്ല. നമ്മളത് നന്നായിട്ട് വൃത്തിയായിട്ട് ആ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു എന്ന് ഉറപ്പുവരുത്തുക എല്ലാവരും. അതുപോലെ റൊട്ടേഷണൽ മോഷനിൽ പുതിയ NCERT ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയാൽ പാരലൽ ആൻഡ് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം ആൻഡ് ദെയർ അപ്ലിക്കേഷൻ, ഈ ഒരു ടൈറ്റിൽ നിങ്ങൾക്ക് പുതിയ NCERT ടെക്സ്റ്റ് ബുക്കിൽ കാണാൻ കഴിയില്ല. പക്ഷെ അതില്ല, പക്ഷെ കൃത്യമായിട്ട് സിലബസിൽ അത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ NCERT മാത്രം പഠിച്ചാൽ പോരാ എന്ന് ഞാൻ വീണ്ടും പറയുന്നു. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ അറിയണം. അപ്പോൾ പാരലൽ ആക്സിസ് തിയറം, പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം, റൊട്ടേഷണൽ മോഷനിൽ അറിയാതെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യയുടെ ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാൻ കഴിയില്ല എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എങ്കിൽ കൂടെ അത് പുതിയ ടെക്സ്റ്റ് ബുക്കിലില്ല, പക്ഷേ നമ്മൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ടതാണ്. ഓക്കെ, 24ലും അതേ പിന്നെ സിലബസ് തന്നെയായിരുന്നു, മാറ്റങ്ങളൊന്നുമില്ല. ദെൻ ഗ്രാവിറ്റേഷനിൽ പ്രത്യേകിച്ച് ഒന്നും എടുത്തു പറയാനില്ല. എല്ലാ കാര്യങ്ങളും നമുക്ക് ആവശ്യമുള്ളതാണ്. സിലബസും NCERT ഒക്കെ അലൈൻഡ് തന്നെയാണ്. ഓക്കെ, ദെൻ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് ആൻഡ് ലിക്വിഡ്സ് എന്ന് വെച്ചാൽ നമ്മുടെ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ്, മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ്, തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ, ഇത്രയും കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും നമുക്കറിയണം. നമുക്കറിയാം ഫ്ലൂയിഡ്സ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. ഫ്ലൂയിഡ്സിൽ വ്യത്യസ്ത രീതിയിൽ ക്വസ്റ്റ്യൻസ് നമ്മളോട് ചോദിക്കുന്ന ഒരു ചാപ്റ്ററാണ് ഫ്ലൂയിഡ്സ്.
കൂടുതൽ ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾക്ക് PYQs ഒക്കെ നോക്കുന്ന സമയത്ത് നമുക്ക് കാണാറുണ്ട്. ഡിഫിക്കൽട്ടായിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്കതിൽ കാണാറുണ്ട്. സോളിഡ്സ് ഇറ്റ്സ് ഓക്കെ, അതിൽ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. അതുപോലെ തെർമൽ പ്രോപ്പർട്ടീസും നമുക്ക് ഓക്കെയാണ്. അതിൽ വേറെ പ്രത്യേകിച്ചൊന്നും നമ്മൾ എടുത്തു പറയേണ്ടതായിട്ട് 24-ലും 25-ലും ഇല്ല. നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ വൃത്തിയായിട്ട് പഠിക്കാൻ തന്നെ ശ്രദ്ധിക്കാം. ദെൻ തെർമോഡൈനാമിക്സിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. തെർമോഡൈനാമിക്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കാർനോട്ട് എഞ്ചിൻ ഇല്ല. പക്ഷേ NCERTയിൽ എന്തുണ്ട്? NCERTയിൽ കാർനോട്ട് എഞ്ചിൻ ഉണ്ട്. NCERTയിൽ കാർനോട്ട് എഞ്ചിൻ ഉണ്ട്. അപ്പോൾ ഐ സജസ്റ്റ് സിലബസിൽ കാർനോട്ട് എഞ്ചിൻ ഇല്ല എന്ന് കരുതി കാർനോട്ട് എഞ്ചിനെ നിങ്ങൾ ഇഗ്നോർ ചെയ്യണ്ട. അത് NCERTയിലുള്ള ഒരു സാധനമായതുകൊണ്ട് നിങ്ങൾ ആ ഭാഗം ഒന്ന് ക്ലിയർ ചെയ്യുന്നത് നല്ലതാണ്. സിലബസിൽ കാർനോട്ട് എഞ്ചിൻ എന്നൊരു ടൈറ്റിൽ അത് കൊടുത്തിട്ടില്ല എന്ന് മാത്രം. എന്നാൽ 2024-ലെ ക്വസ്റ്റ്യൻ പേപ്പറിലും മീൻസ് സിലബസിലും കാർനോട്ട് എഞ്ചിൻ ഇല്ല. അവിടെ കാർനോട്ട് എഞ്ചിൻ്റെ ക്വസ്റ്റ്യൻസ് ചോദിച്ചതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല എന്ന് കരുതി ടെക്സ്റ്റ് ബുക്കിലുള്ള സ്ഥിതിക്ക് നിങ്ങൾ കാർനോട്ട് എഞ്ചിനെ ഇഗ്നോർ ചെയ്യണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, റെഡി? കാരണം നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് കാർനോട്ട് എഞ്ചിനും ഒന്ന് നോക്കി വെക്കുന്നത് നല്ലതാണ്. ദെൻ നോക്കൂ, കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ്. നോ പ്രോബ്ലം. കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ് കുഴപ്പമൊന്നുമില്ല, കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിക്കണം. ദെൻ ഓസിലേഷൻസ് ആൻഡ് വേവ്സ്, വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഭാഗമാണ് ഓസിലേഷൻസ് ആൻഡ് വേവ്സ്. അവിടെയും പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതായിട്ട് നമുക്കൊന്നുമില്ല. അതിൽ ഇവിടെ ഡോപ്ലർ ഇഫക്റ്റ് ഓഫ് സൗണ്ട് നിങ്ങൾക്ക് ഇതിൽ കാണാൻ കഴിയുന്നില്ല. അത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇപ്പോൾ ഇല്ല. അതുകൊണ്ട് സിലബസിലും കാണുന്നില്ല, പുതിയ ടെക്സ്റ്റ് ബുക്കിലും നമുക്കതില്ല എന്നുള്ളതാണ് സത്യം. ഓക്കെ, ദെൻ 24-ലും അങ്ങനെ തന്നെയാണ്, പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ആ ഭാഗത്ത് ഇല്ല. ദെൻ ഏറ്റവും പ്രധാനപ്പെട്ട 2 ചാപ്റ്റേഴ്സാണ് ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആൻഡ് കറണ്ട് ഇലക്ട്രിസിറ്റി. ഒന്നും മാറ്റിയിട്ടില്ല, എല്ലാവരും അവിടെ ഉണ്ട്. നന്നായിട്ട് പഠിക്കുക. പലപ്പോഴും ഒന്നിലധികം ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ള 2 ചാപ്റ്റേഴ്സാണ്. ഒന്ന് ഇലക്ട്രോസ്റ്റാറ്റിക്സ്, ദെൻ കറണ്ട് ഇലക്ട്രിസിറ്റി. രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ വളരെ ഗൗരവത്തോടു കൂടി തന്നെ പഠിക്കണം. കറണ്ട് ഇലക്ട്രിസിറ്റിയിലേക്ക് വരുമ്പോൾ നോക്കൂ, ഇവിടെ കിർച്ചോഫ്സ് ലോസിൻ്റെ ആപ്ലിക്കേഷൻ ഉണ്ട്. വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ്, മീറ്റർ ബ്രിഡ്ജ് ഉണ്ട്. മീറ്റർ ബ്രിഡ്ജ് നോക്കൂ, മീറ്റർ ബ്രിഡ്ജ് പൊട്ടൻഷ്യോമീറ്റർ കാണുന്നില്ല, ടെക്സ്റ്റ് ബുക്കിലും ഇല്ല, സിലബസിലും പൊട്ടൻഷ്യോമീറ്റർ ഇല്ല. എന്നാൽ സിലബസിൽ മീറ്റർ ബ്രിഡ്ജ് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പുതിയ ടെക്സ്റ്റ് ബുക്ക് നോക്കുമ്പോൾ ഇവിടെ ഇതും 24-ലും അങ്ങനെ തന്നെയാണ്. പുതിയ ടെക്സ്റ്റ് ബുക്കിൽ മീറ്റർ ബ്രിഡ്ജിനെ കുറിച്ചിട്ട് ഒരു പേര് മാത്രമേ റെഫർ ചെയ്തിട്ടുള്ളൂ. നോക്കൂ, നമ്മുടെ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് പ്രിൻസിപ്പിളൊക്കെ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് അവിടെ കാണാം, എ പ്രാക്ടിക്കൽ ഡിവൈസ് യൂസിങ് ദിസ് പ്രിൻസിപ്പിൾ ഈസ് കോൾഡ് മീറ്റർ ബ്രിഡ്ജ് എന്ന് മാത്രമേ ഉള്ളൂ. മുമ്പത്തെ പഴയ ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെയല്ല. പഴയ ടെക്സ്റ്റ് ബുക്കിൽ മീറ്റർ ബ്രിഡ്ജ് എന്നുള്ളൊരു പ്രത്യേക ടൈറ്റിൽ അതിന് ഡയഗ്രവും കാര്യങ്ങളൊക്കെ ഡീറ്റെയിലായിട്ട് അവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഈ വർഷം കാണുന്നില്ല, പക്ഷേ സിലബസിൽ മീറ്റർ ബ്രിഡ്ജ് ഉണ്ട്. അതുകൊണ്ട് മീറ്റർ ബ്രിഡ്ജ് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, ദെൻ മാഗ്നറ്റിക് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് ആസ് യൂഷ്വൽ, നോ പ്രോബ്ലം. അതിൽ നമുക്കറിയാം മാഗ്നറ്റിസം എന്ന പാർട്ടിൽ എർത്ത് മാഗ്നറ്റിസം നമുക്കിപ്പോൾ സിലബസിൽ കാണുന്നില്ല, ടെക്സ്റ്റ് ബുക്കിലും അതില്ല എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഓക്കെ, ദെൻ EMI ആൻഡ് AC അവ രണ്ടും ഒരൊറ്റ പാർട്ടായിട്ട് തന്നെയാണ് നമ്മളതിനെ പരിഗണിക്കുന്നതും. EMI ഒരുപക്ഷെ EMI എന്ന് ക്വസ്റ്റ്യൻ ഉണ്ടാവില്ല, പക്ഷേ AC എന്നായിരിക്കും ക്വസ്റ്റ്യൻ ഉണ്ടാവുക. അങ്ങനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വരാവുന്നതേ ഉള്ളൂ. ഓക്കെ, ദെൻ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്, അതിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല, എല്ലാ കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് തന്നെയാണ്. ദെൻ ഒപ്റ്റിക്സിലേക്ക് വരുമ്പോൾ, ഒപ്റ്റിക്സിൽ നോക്കൂ, റേ ഒപ്റ്റിക്സ് ഈസ് ഓക്കെ. റേ ഒപ്റ്റിക്സിൽ ഐൻ്റെ പാർട്ടൊക്കെ അത് കുറച്ച് മുമ്പേ ഒഴിവായ സാധനമാണ്. അപ്പോൾ അതിൽ നമ്മൾ അത്ര കൺസേൺ അല്ല, അത് പ്രശ്നമില്ല. അതുപോലെ പുതിയതായിട്ട് നമുക്ക് അതുപോലെ സ്കാറ്ററിങ് ഓഫ് ലൈറ്റ് ആ പാർട്ടും നമുക്ക് കാണാൻ പറ്റുന്നില്ല. ഇനി വേവ് ഒപ്റ്റിക്സിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പോളറൈസേഷനിൽ നോക്കൂ, പോളറൈസേഷൻ ബൈ റിഫ്ലക്ഷനും പോളറൈസേഷൻ ബൈ സ്കാറ്ററിങ്, ഈ 2 പാർട്ടും പുതിയ NCERT ടെക്സ്റ്റ് ബുക്കിലില്ല. എന്ന് വെച്ചാൽ ബ്രൂസ്റ്റേഴ്സ് ലോ ഒന്നും പുതിയ NCERT ടെക്സ്റ്റ് ബുക്കിലില്ല, പക്ഷേ സിലബസിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പോളറൈസേഷൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ സിലബസിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പുതിയ NCERT ടെക്സ്റ്റ് ബുക്കിൽ നമ്മുടെ ബ്രൂസ്റ്റേഴ്സ് ലോ ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ആ പാർട്ട് നിങ്ങൾ പ്രത്യേകം നോക്കേണ്ടതുണ്ട്. അത് ടെക്സ്റ്റ് ബുക്കിലില്ല എന്ന് കരുതി അവഗണിക്കരുത്. യെസ്, ഓക്കെ.
യെസ്, ഇവിടെയും സിലബസിൽ ദ സെയിം സിലബസ് തന്നെയാണ് 24 നമുക്ക് തന്നിട്ടുള്ളത്. ദെൻ ഡ്യുവൽ നേച്ചറിൽ പ്രശ്നങ്ങളൊന്നുമില്ല. ഡ്യുവൽ നേച്ചറിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചിരിക്കണം. ദെൻ ആറ്റംസ് ആൻഡ് ന്യൂക്ലിയയിലും അതുപോലെ തന്നെയാണ്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട മാറ്റങ്ങളൊന്നും ആറ്റംസ് ആൻഡ് ന്യൂക്ലിയയിൽ ഇല്ല. നമ്മളെല്ലാ കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കാൻ ശ്രദ്ധിക്കാം. ദെൻ നമുക്ക് ഇലക്ട്രോണിക് ഡിവൈസസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം പുതിയ NCERT ടെക്സ്റ്റ് ബുക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് LED സെനർ ഡയോഡ് ഒന്നും അവിടെ ഇല്ല. പക്ഷെ സിലബസിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ട് നോക്കും. LED, ഫോട്ടോ ഡയോഡ്, സോളാർ സെൽ, സെനർ ഡയോഡ് ആസ് വോൾട്ടേജ് റെഗുലേറ്റർ, എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ലോജിക് ഗേറ്റ്സ് എല്ലാം ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതിൽ പലതും നിങ്ങൾക്ക് പുതിയ NCERT ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് ഇത് കാണാൻ സാധിക്കില്ല. പക്ഷെ സിലബസിലുണ്ട്. ട്രാൻസിസ്റ്ററാണ് രണ്ടിലും ഇല്ലാത്ത. ട്രാൻസിസ്റ്ററിനെ കുറിച്ച് നമ്മൾ കൺസേൺ ആവേണ്ടതില്ല. അപ്പോൾ ബാക്കി ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. മാത്രമല്ല സെനർ ഡയോഡൊക്കെ നമുക്ക് എക്സ്പെരിമെൻ്റൽ സ്കില്ലിലും കയറി വന്നിട്ടുണ്ട്, അവിടെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് സെനർ ഡയോഡ് വോൾട്ടേജ് റെഗുലേറ്ററായിട്ട് ആക്ട് ചെയ്യുന്ന ഈ കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്ക് എക്സ്പെരിമെൻ്റൽ സ്കിൽസ് നോക്കൂ. വെർണിയർ കാലിപ്പേഴ്സ് ഉണ്ട്, സ്ക്രൂ ഗേജ് ഉണ്ട്, സിമ്പിൾ പെൻഡുലം ഉണ്ട്, മീറ്റർ സ്കെയില്, പ്രിൻസിപ്പിൾ ഓഫ് മൂവ്മെൻറ്റ്സ്, അതുപോലെ യങ്സ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് എ മെറ്റാലിക് വയർ, ഓക്കെ, സർഫസ് ടെൻഷൻ, കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി, speed of sound in air at room temperature using resonance tube, specific heat capacity of a given solid liquid by the method of mixtures, then resistivity of the material of a given wire using meter bridge. കേട്ടോ, അപ്പോൾ മീറ്റർ ബ്രിഡ്ജ് ഇവിടെയും കടന്നു വന്നിട്ടുണ്ട്. ഇവിടെയും മീറ്റർ ബ്രിഡ്ജ് ഉണ്ട്, പക്ഷേ എവിടെ ഇല്ല, ടെക്സ്റ്റ് ബുക്കിലില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ദെൻ പക്ഷേ ഇവിടെ ആരില്ല, പൊട്ടൻഷ്യോമീറ്റർ ഇവിടെയും വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ റെസിസ്റ്റൻസ് ഓഫ് എ ഗിവൺ വയർ യൂസിങ് ഓംസ് ലോ, റെസിസ്റ്റൻസ് ആൻഡ് ഫിഗർ ഓഫ് മെറിറ്റ് ഓഫ് എ ഗാൽവനോമീറ്റർ, ഹാഫ് ഡിഫ്ലക്ഷൻ മെത്തേഡ്, ഫോക്കൽ ലെങ്ത് ഓഫ് കോൺവെക്സ് മിറർ, കോൺകേവ് മിറർ, ഓക്കെ, കോൺവെക്സ് ലെൻസ് യൂസിങ് പാരലാക്സ് മെത്തേഡ്, ആംഗിൾ ഓഫ് ഡീവിയേഷൻ ആൻഡ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഓഫ് എ പ്രിസം, ഐ ഡി കർവിനെ കുറിച്ച്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എ ഗ്ലാസ് ലാബ് യൂസിങ് ട്രാവലിംഗ് മൈക്രോസ്കോപ്പ്, ഓക്കെ, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് PN ജംഗ്ഷൻ ഡയോഡ്, ട്രാൻസിസ്റ്റർ ഇല്ല, ഡയോഡ് ഇൻ ഫോർവേഡ് ആൻഡ് റിവേഴ്സ് ബയാസ്, ക്യാരക്ടറിസ്റ്റിക്സ് കർവ് ഓഫ് സെനർ ഡയോഡ്. വീണ്ടും നോക്കൂ, സെനർ ഡയോഡ് ഇവിടെയും വന്നിട്ടുണ്ട്. അപ്പോൾ സെനർ ഡയോഡിനെ കുറിച്ച് നമുക്ക് ധാരണയാവണം. ഓക്കെ, ആൻഡ് ഫൈൻഡിങ് റിവേഴ്സ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്, ഐഡന്റിഫിക്കേഷൻ ഓഫ് ഡയോഡ്, ഇത് ഐഡന്റിഫിക്കേഷൻ ഉള്ളൂ. LED, റെസിസ്റ്റർ, കപ്പാസിറ്റർ ഫ്രം എ മിക്സ്ഡ് കളക്ഷൻ ഓഫ് സച്ച് ഐറ്റംസ്. ഓക്കെ, ഇത് നോക്കൂ, ഇതേ കാര്യങ്ങൾ തന്നെയാണ് നിങ്ങൾക്ക് 2024 നോക്കിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇത് തന്നെയാണ് കാണാൻ കഴിയുക. അപ്പോൾ ഇതാണ് ഫിസിക്സിൻ്റെ JEE Main 2025 സിലബസുമായിട്ട് നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്. അപ്പോൾ ഇനി ഏതൊക്കെ ടോപ്പിക്ക് എങ്ങനെയൊക്കെ അപ്രോച്ച് ചെയ്യണം എന്നതിനെ കുറിച്ചിട്ട് നമ്മൾ പിന്നെ മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതുവരെ നിങ്ങൾ സിലബസുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കൺഫ്യൂഷൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്തോളൂ, നമ്മളത് അഡ്രസ്സ് ചെയ്യും. അപ്പോൾ താങ്ക് യു. നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് വർക്ക് ചെയ്യുക, വളരെ കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക. ഓൾ ദ വെരി ബെസ്റ്റ്.